നമുക്കൊരു സന്തതി ജനിക്കുമ്പോൾ ഈ മയിൽപ്പീലി ഞാൻ അവന്റെ മൂർധാവിൽ അണിയിക്കും. നിന്റെ ഈ മാതാവിനോട് നീ ക്ഷമിക്കൂ. എനിക്ക് നിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഈ മയിൽപ്പീലി നിന്റെ മൂർധാവിൽ അണിയിക്കാനും എനിക്ക് സാധിച്ചില്ല. എന്നോട് ക്ഷമിക്കൂ. ഈ മാതാവിനോട് നീ ക്ഷമിക്കൂ. രാധാകൃഷ്ണൻ, 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 രാധാകൃഷ്ണൻ. വേദങ്ങൾ നിന്നോടെ മഹിമകൾ പാടി, നിൻലീലകൾ നവ വേദങ്ങളായി, നിൻലീലകൾ നവ വേദങ്ങളായി. ഒഴുകുന്ന നദിയിലും തഴുകുന്ന കാറ്റിലും മണ്ണിലും വിണ്ണിലും നീ നിറയുന്നു. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ, രാധേശ്യാം. കങ്കണനാദം നിൻപുകൾ പാടി, കങ്കണനാദം നിൻപുകൾ പാടി. മയിൽപ്പീലിയോ? കൃഷ്ണന്റെ കരങ്ങളിൽ പവിത്രമായ മയിൽപ്പീലി? ഇത് എന്തിന്റെയെങ്കിലും സൂചനയാണോ ഭഗവാനെ? എന്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണോ ഇത്? ഉലകങ്ങൾക്കധിപതി നീയേ, ഭക്തജനങ്ങൾക്കാശ്രയം നീയേ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. മാതാശ്രീ, ഈ മയിൽപ്പീലി കൃഷ്ണന്റെ കരങ്ങളിൽ ഇരിക്കുമ്പോൾ വളരെ സുന്ദരമായി തോന്നുന്നു. അതെ യശോദേ, എനിക്ക് തോന്നുന്നത് നമ്മുടെ കൃഷ്ണന് ഈ മയിൽപ്പീലിയുമായി എന്തോ പൂർവ്വബന്ധമുണ്ടെന്നാണ്. കണ്ടില്ലേ, കൃഷ്ണൻ അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നതേയില്ല. ചിലപ്പോൾ വെണ്ണയെപ്പോലെ തന്നെ ഈ മയിൽപ്പീലിയും കൃഷ്ണന് പ്രിയപ്പെട്ടതായിരിക്കും. പക്ഷേ ഇവിടെ അടുത്തങ്ങ് ഇതുവരെ ഒരു മയിലിനെ പോലും കണ്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത്ര പെട്ടെന്ന് ഈ മയിൽപ്പീലി എവിടെ നിന്നായിരിക്കും വന്നത്? എന്തുമാത്രം ദുഃഖിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരു മാതാവിന്റെ എല്ലാ സന്തതികളുടെയും ഹത്യ. നിനക്ക് മനഃശക്തി നൽകാൻ എനിക്ക് സാധിക്കുന്നില്ല ദേവികി. നമുക്ക് പരമാത്മാവിൽ വിശ്വാസം അർപ്പിക്കാം. എന്തു തന്നെ സംഭവിച്ചാലും നമ്മൾ പരാജയം സമ്മതിക്കാൻ പാടില്ല. അത് വാസ്തവമാണ് വസുദേവ. സഹോദരി, യാഥാർത്ഥ്യമാണ് വസുദേവൻ പറഞ്ഞത്.
ആരും ധൈര്യവും സാഹസികതയൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല. ഉപേക്ഷിക്കാതിരുന്നാൽ വിജയം അവർക്ക് തന്നെയാകും. ഇപ്പോൾ നീയും വിജയത്തിന്റെ എത്ര സമീപത്താണ്. നിന്റെ ദുഃഖത്തിന്റെ ദിനങ്ങൾ സമാപ്തമാവാൻ പോവുകയാണ്. കുറച്ച് ദിനങ്ങൾ, അത് ചിലപ്പോൾ 1 ദിനം, 2 ദിനങ്ങൾ, 3 ദിനങ്ങൾ, അല്ലെങ്കിൽ ഒരാഴ്ച. അത് കഴിയുമ്പോൾ ഞാൻ നിന്നെയും വസുദേവനെയും രഥത്തിലിരുത്തി മഹിഷ്മതിയിലേക്ക് യാത്രയാക്കാൻ സ്വയം എത്ര സുന്ദരമായ ദിനമായിരിക്കും. പിന്നെ നീ മഹിഷ്മതിയിലെ റാണിയായി മാറും, സിംഹാസനത്തിലിരിക്കും. പിന്നെ നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകും. എന്നെ അവർ മാതുലൻ മാതുലൻ എന്ന് വിളിക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ അവരെ മുകളിലേക്ക് ഉയർത്തി ഉയർത്തി താഴെ. ഇല്ലില്ലില്ല, ഇത്തവണ ഞാൻ ഉയർത്തി ഉയർത്തി അങ്ങനെ ചെയ്യില്ല. താരാട്ട് പാടും. പക്ഷേ നീ എന്നെ ഒരിക്കലും വിസ്മരിക്കരുത് സഹോദരി. കാരണം മനുഷ്യൻ ഭഗവാനെ വിസ്മരിക്കുമ്പോഴാണ് അവന്റെ ദുർദിനങ്ങൾ ആരംഭിക്കുന്നത്. ഭഗവാൻ കംസനെ പ്രാപ്തി, നീ ഇവിടെ നിന്ന് നിന്റെ ഭർത്തൃ സഹോദരിയുടെ സൗന്ദര്യം നോക്കുകയാണോ? ഭക്ഷണം നൽകാൻ താല്പര്യമില്ലേ നിനക്ക്? തരൂ. കഴിക്കൂ സഹോദരി, ഈ വെണ്ണ കഴിക്കൂ. നിനക്ക് വളരെ ഇഷ്ടമുള്ളതല്ലേ? നിനക്ക് വേണ്ടി അത് ഗോകുലത്തിൽ നിന്ന് കൊണ്ടുവന്നത്. നീ പറഞ്ഞിട്ടില്ലേ ബ്രജദേശത്തിലെ ഗോകുലത്തിലെ വെണ്ണയാണ് ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ളതെന്ന്? സഹോദരി, ഇത് കഴിക്കൂ, വയറ് നിറയെ കഴിക്കൂ. വസുദേവ, ശാന്തനാകൂ. താങ്കൾക്കും കൂടിയുണ്ട്, ധാരാളമുണ്ട്. ദുഃഖം നിന്നെ എത്രമാത്രം ബലഹീനയാക്കുന്നു ദേവകി. ഇന്ന് നിന്റെ കുഞ്ഞുങ്ങളുടെ ഘാതകന്റെ കരങ്ങളിൽ നിന്നും ഭക്ഷണം സ്വീകരിക്കുമ്പോൾ പോലും നിനക്ക് നിരസിക്കാനാകുന്നില്ല. സഹോദരി, നീ എന്താ ചോദിക്കാത്തത്? ഞാൻ നിന്നെയും വസുദേവനെയും മുക്തരാക്കുന്നത് എന്തിനാണെന്ന് നീ ചോദിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നീ ചോദിച്ചില്ലെങ്കിൽ പോലും പറയേണ്ടത് എന്റെ കർത്തവ്യമല്ലേ? പൂതന, അവളെയാണ് ഞാൻ നിന്റെ 8ാമത്തെ സന്തതിയെ അന്വേഷിക്കാൻ അയച്ചിരിക്കുന്നത്. അവനെ ലഭിച്ചാൽ ഉടൻ തന്നെ മറ്റുള്ളവരെ വധിച്ചതുപോലെ തന്നെ അവനെയും വധിക്കും. ദുഃഖിക്കരുത് സഹോദരി. അതിനുശേഷം നിന്റെ ഈ സഹോദരൻ സുരക്ഷിതനായിരിക്കും. പിന്നീട് നിനക്കും നിന്റെ ഈ പതിക്കും സമാധാനം. പാപിയായ കംസ, നീ എത്ര വേണമെങ്കിലും അട്ടഹസിച്ചോളൂ. പക്ഷെ ഞാൻ നിന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല. ഈ പാപങ്ങളുടെ ശിക്ഷ നീ അനുഭവിക്കുക തന്നെ ചെയ്യും കംസ. വസുദേവ, എന്റെ സഹോദരിയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ മഹിഷ്മതിയിലെ ജനങ്ങൾ പറയും കംസന്റെ സഹോദരി ദേവകിക്ക് സ്വഭവനത്തിൽ സമാധാനം ലഭിച്ചില്ലെന്ന്. ചാനോർ, ഉടൻ തന്നെ പൂതന എവിടെ എത്തിയെന്ന് അന്വേഷിക്കൂ. എന്തു പറ്റി എന്റെ കുഞ്ഞിന്? എന്തിനാ ഇങ്ങനെ കരയുന്നത്? വിശക്കുന്നുണ്ടോ? ഞാൻ ഇപ്പൊ പാലെടുത്തോണ്ട് വരാട്ടോ. പുത്രന് നന്നായി വിശക്കുന്നുണ്ട് അല്ലേ? പൂതന വല്യമ്മ വന്നിരിക്കയല്ലേ? ഇനി നിനക്ക് ഒരിക്കലും വിശക്കുകയില്ല.
യശോദേ, എനിക്ക് തോന്നുന്നത് നിന്റെ പുത്രന് എല്ലാ ദേവീ ദേവന്മാരുടെയും അനുഗ്രഹമുണ്ടെന്നാണ്. നാമകരണ സമയത്ത് നിന്റെ പുത്രന്റെ കരങ്ങളിൽ മയിൽപീലി എത്തിച്ചേർന്നത് നല്ലൊരു ശുഭലക്ഷണം തന്നെയാണ്. കാരണം ഓരോ മയിൽപീലിയിലും എല്ലാ ദേവീ ദേവന്മാരുടെയും സാന്നിധ്യമുണ്ട്. എനിക്ക് മനസ്സിലായില്ല മാതാശ്രീ, മയിൽപീലിയിൽ ദൈവങ്ങളുടെ സാന്നിധ്യം? അതെ യശോദേ. ത്രേതായുഗത്തിൽ ഒരിക്കൽ അഹങ്കാരിയായ രാവണൻ എല്ലാ ദേവന്മാരെയും പരാജയപ്പെടുത്തി അവരുടെ അന്ത്യം കുറിക്കുവാനായി നിശ്ചയിച്ചു. എല്ലാ ദേവന്മാരും അവരുടെ ജീവൻ രക്ഷിക്കുന്നതിനായി സുരക്ഷിത സ്ഥാനങ്ങൾ അന്വേഷിച്ചു തുടങ്ങി. പക്ഷേ രാവണന്റെ അസീമമായ ശക്തി കാരണം അവർക്ക് സുരക്ഷിത സ്ഥാനങ്ങൾ ലഭിച്ചില്ല. ദേവന്മാർക്ക് മയിലുകൾ തങ്ങളുടെ ചിറകുകളിൽ ഒളിക്കുന്നതിനായി സുരക്ഷിത സ്ഥാനം പ്രദാനം ചെയ്തു. അപ്പോൾ ദേവന്മാരെല്ലാം മയിലുകൾക്ക് ഒരനുഗ്രഹം നൽകി, ചിറകുകളിലെന്നും ദേവന്മാരുടെ സാന്നിധ്യമുണ്ടാകുമെന്ന്. അന്നു മുതലാണ് മയിൽപീലികളിൽ ഈ കണ്ണിന്റെ അടയാളമുണ്ടായത്. ഈ കണ്ണുകൾ മയിൽപീലികളിൽ ദേവന്മാരുടെ എല്ലാ സാന്നിധ്യമുണ്ടെന്നുള്ളതിന്റെ പ്രതീകമാണ്. മാതാശ്രീ, ഈ യാഥാർത്ഥ്യം പറഞ്ഞതിലൂടെ മാതാശ്രീ ഞങ്ങളെ സഹായിച്ചിരിക്കുകയാണ്. ഇനി ഇന്നു മുതൽ ഞാൻ എപ്പോഴും ഈ മയിൽപീലിയെ എന്റെ പുത്രന്റെ മൂർധാവിൽ അണിയിക്കുന്നതാണ്. ഈ മയിൽപീലി എന്റെ പുത്രന്റെ മുദ്രയായി മാറും. പ്രഭു, അത് കണ്ടില്ലേ? ഈ മയിലുകൾ എത്ര പ്രസന്നരാണ്. ഇനി നന്ദപുത്രൻ സ്വയം മയിലുകളുടെ അഭിമാനമായ മയിൽപീലി സ്വന്തം മൂർധാവിൽ അണിയാൻ പോവുകയാണ്. ഇതറിഞ്ഞപ്പോൾ ഈ മയിലുകൾ ആനന്ദം കൊണ്ട് നൃത്തം ചെയ്യുകയാണ്. നാരായണനുടെ നാമങ്ങൾ പാടാൻ ആനന്ദനുമാവതുണ്ടോ? നാമകരണ മഹോത്സവമല്ലോ ഗോകുലം ദേവി, നൃത്തം ചെയ്യും. ഈ മയിൽപീലി നന്ദപുത്രനെ സംബന്ധിച്ച് മാതാവായ ദേവകിയുടെ സ്നേഹവും ആശീർവാദവുമാണ്. ഇന്ന് നന്ദപുത്രൻ മാതാവായ ദേവകിയുടെ സ്നേഹത്തെ മൂർധാവിൽ അണിഞ്ഞിരിക്കുകയാണ്. ഏവർക്കും അറിവുള്ള കാര്യമാണ്, ജനിച്ചതിന് ശേഷം മാതാവിൽ നിന്നും നന്ദപുത്രൻ വേർപിരിക്കപ്പെട്ട കാര്യം. പക്ഷേ ഇന്ന് ഈ മയിൽപീലി കാരണം മാതാവായ ദേവകിയുടെ ത്യാഗവും കരുണയും പിന്നെ വാത്സല്യവുമെല്ലാം അവന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഇന്ന് നന്ദപുത്രൻ മയിൽപീലി അണിഞ്ഞുകൊണ്ട് മാതാവിന്റെ സ്നേഹത്തിന് ഈ സമസ്ത ലോകത്തിലും ഒരു ഉന്നതമായ സ്ഥാനം നൽകിയിരിക്കുകയാണ്. ബാലാർക്കബിംബം പോലൊരു പൈതൽ മിഴികളിൽ നിറയുകയായി. അമ്മ മനസ്സോ ആനന്ദത്താൽ നിറഞ്ഞു കവിഞ്ഞൊഴുകിയിടുന്നു. പൂതനെ, ഇന്നുറപ്പായും നിനക്ക് ഭഗവാൻ കംസന്റെ കൃപാകടാക്ഷമുണ്ട്. ഇത്രയധികം കുഞ്ഞുങ്ങൾ ഒരുമിച്ചോ? അപ്പോ ഞാൻ അന്വേഷിച്ചു വന്ന ആ കുഞ്ഞ് ഇതിലുണ്ടാകുമോ? എങ്കിൽ ഞാൻ ഇവനെ വധിക്കുന്നതായിരിക്കും. ചതി! ഈ പൂതലോടെ ചതിയോ? അവസാനം ഇവിടെ കണ്ടെത്തിയിരിക്കുന്നു. ഗ്രാമവാസികളെ, ഈ രാക്ഷസിയാണ് നമ്മുടെ ഗ്രാമത്തിലെ കുഞ്ഞുങ്ങളുടെ ജീവനെടുത്തത്.
സത്യത്തിൽ നീയാണ് എന്റെ യഥാർത്ഥ ഭക്ത. ബ്രജദേശത്തെ നവജാത ശിശുക്കളുടെ ബലിയർപ്പിച്ചുകൊണ്ട് നീ യഥാർത്ഥ ഭക്തിയോടെ ഭഗവാൻ കംസൻ ആരാധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൂതന വധിച്ച നവജാത ശിശുക്കളുടെ അന്തിമ സംസ്കാരം നടന്നില്ല എന്നുണ്ടോ? ഭഗവാനെ, ആ കുഞ്ഞുങ്ങളുടെ അന്തിമ സംസ്കാരം നടത്തേണ്ട ആവശ്യം എന്താണ്? ആ കുഞ്ഞുങ്ങൾ ജനിച്ചത് നമ്മുടെ കംസ മഹാരാജാവിന്റെ ശത്രു ജനിച്ച സമയത്തായിരുന്നു. അപ്പോൾ ആ ബാലകനെ പോലെ ഈ കുഞ്ഞുങ്ങൾ അവിടുത്തെ ശത്രുക്കളാണ്. അസ്തി, നിനക്കെന്താ ഓർമ്മയില്ലേ? എനിക്ക് റോസാപുഷ്പങ്ങൾ കൊണ്ടുള്ള ഹാരമാണ് പ്രിയമെന്ന്. ക്ഷമിച്ചാലും ഭഗവാനെ. ചാനൂർ, ഭഗവാന് ഒരിക്കലും ആരുടെയും ശത്രുവാകാൻ കഴിയില്ല. ഭഗവാൻ ശത്രുവിനും മിത്രത്തിനുമെല്ലാം വളരെ മുകളിലാണ്. അവരുടെ മനസ്സിൽ കരുണയാണ് എപ്പോഴും ഉള്ളത്. ആ കുട്ടികൾ എന്നെ ശത്രുവായി കരുതുന്നെങ്കിൽ കരുതിക്കോട്ടെ, പക്ഷെ ഞാൻ അവരെ ഒരിക്കലും എന്റെ ശത്രുവായി കരുതുകയില്ല. അതുകൊണ്ട് അവരുടെ അന്തിമ സംസ്കാരം വിധിപൂർവ്വം നടത്തേണ്ടത് എന്റെ ധർമ്മമാണ്. എന്നാലേ അവരുടെ മാതാപിതാക്കൾക്ക് ഭഗവാൻ കംസന്റെ മഹത്വത്തെയും മഹാമനസ്കതയെയും മനസ്സിലാക്കുവാൻ സാധിക്കൂ. ഓം കംസായ നമഃ. ഭഗവാൻ കംസന്റെ ആരതിക്കുള്ള സമയമായി കഴിഞ്ഞു. ആരതി ആരംഭിക്കുവിൻ. ൂതകന്യവൻ വീരശൂര കഠോരൂപൻ ശത്രുകുലമാം ഘോര തമസിന് കത്തിടും മധ്യാഹ്ന സൂര്യൻ ജയഘോഷം ഉയരുകയായി, പടരുകയായി രാജനീതി അധർമ്മവീതി പാഴ്ശ്രുതിയായി ദിഗന്ധവേരി ഇടിമുഴങ്ങും വാക്കിനുടയോർ കണ്ണിലഗ്നിസ്ഫുരിക്കുന്നോ മഹാസേനയ്ക്കധിപനായോ ദേവകൾ കൈ കുപ്പി നിൽപ്പോ ദേവകൾ